മഹാഗുരു ശരണം. ഇന്ന് 2025 ജൂൺ മാസം 14-ാം തീയതി ശനീശ്വരന്റെ ദിവസം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഡെയിലി എന്നുള്ള രീതി ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു 12-15 പേരുടെ അടുത്ത് വീഡിയോ കോളിൽ സംസാരിച്ചു. വളരെയധികം പേരോട് കോളിൽ സംസാരിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു. എന്നിട്ടും കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവരെയും ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല. ചിലരെ വിളിക്കാൻ പറഞ്ഞ ആ സമയത്ത് അവർ ഫ്രീ ആകുന്നില്ല. അവർ ഫ്രീ ആകുന്ന സമയത്ത് ഞാൻ വേറെ കോളിലായിരിക്കും. എല്ലാം ഒരു ഈശ്വരൻ എന്ന് പറയുന്ന ആള് ആ നിയോഗം തന്നാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാവുന്നു. അപ്പൊ ഈ കോണ്ടാക്ട് ചെയ്യുന്നവരെല്ലാവരും ഇവർക്കെല്ലാം ഈശ്വരന്റെ അനുഗ്രഹം പല വിധത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം അവരുടേതായ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതായി മനസ്സിലായി. കാര്യം ഇപ്പോൾ പലരും തോന്നലുകളായിട്ടാണ് പറയുന്നത്. ഈശ്വരൻ ഇത് കണ്ടു, പല അവരുടെ ഇഷ്ടദേവതകളെ കണ്ടു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണം അറിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗണ്ട് കേട്ടു, ഇങ്ങനെ പല കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പിന്നെയാണ് പറയുന്നത്. ചോദിച്ചു കഴിയുമ്പോൾ ആദ്യം പ്രശ്നങ്ങളൊക്കെ പറയും. ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അപ്പം ഈ പ്രശ്നങ്ങൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ മിനിമം 30 മിനിറ്റ് സമയമാണ് പോണത്. മനസ്സിലായി? അപ്പം ഈ 30 മിനിറ്റിനുള്ളിൽ കുറേ പേരുടെ വീഡിയോ കോളും ഇതും വന്ന് ഞാൻ ഡിക്ലൈൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മറുഭാഗത്തുള്ളവരുടെ മനസ്സെന്തായിരിക്കും എന്ന് തീർച്ചയായിട്ടും അറിയാം. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഞാൻ വേറെ പിന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ വേറെ കോളിലായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറയാറുണ്ട്. ചിലർ കണ്ടിന്യൂസ് വിളിച്ചു നോക്കും. അപ്പോൾ ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമില്ലാത്ത മനുഷ്യരാരുമില്ല കേട്ടോ. അപ്പോൾ മനുഷ്യർക്ക്, ഇപ്പം മൃഗങ്ങൾ, പക്ഷിമൃഗാദികൾ, മറ്റ് ജീവികളൊന്നും കൃമികീടങ്ങളൊന്നും അല്ല. മനുഷ്യർക്ക് ചിന്തിക്കാൻ എല്ലാം കഴിവ് കൊടുത്ത് എല്ലാം തികച്ച് സൃഷ്ടിച്ച് വിട്ടിരിക്കുന്ന മനുഷ്യ ജന്മങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് തന്നെ അതിന് പ്രതിവിധി എന്താണെന്നുള്ള സൂചനകൾ ദൈവം എന്ന് പറയുന്ന ശക്തി തരുന്നുണ്ട്. അത് വ്യക്തികളുടെ രൂപത്തിലാകാം, ചില വാർത്തകളുടെ രൂപത്തിലാകാം, ചില മന്ത്രങ്ങളുടെ രൂപത്തിലാകാം, ചില ക്ഷേത്രങ്ങളുടെ രൂപത്തിലാകാം, പല അറിവുകളാണ് തരുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ അതിനോട് മുഖം തിരിക്കാറാണ്. ഇത് ഞാൻ എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ യൗവനകാലത്തിൽ, യൗവനമല്ല കൗമാരകാലത്തിൽ പ്രീ ഡിഗ്രി ബോർഡ് എന്നുള്ളൊരു പ്രശ്നം വന്ന് ആ ഒരു തലത്തിലേക്ക് ഞാൻ പോയപ്പോൾ, എൻ്റെ പ്രതീക്ഷകളിൽ ഇത് ചെയ്ത് പോയപ്പോൾ പെട്ടെന്നൊരു കടും തീരുമാനം എടുത്തപ്പോഴത്തേക്ക് ആ സമയത്ത് അച്ഛൻ പോയി തിരുമേനിയെ കണ്ട് ജാതകം കാണിച്ച്, അതിനു മുമ്പ് തിരുമേനിയായിട്ട് ഇതുണ്ടെങ്കിലും അച്ഛൻ നല്ല ക്ലോസ് ആണെങ്കിലും ഫാമിലിയും ക്ലോസ് ആണെങ്കിലും ഞാൻ ആ സമയമുള്ള ഒരു 16-17 വയസ്സുകാരൻ ഇതാകുന്ന അദ്ദേഹം ജാതകം കണ്ടിട്ട് അദ്ദേഹം എന്നെ കൈപിടിച്ച് നടത്തിയത് കൊണ്ടാണ്. അന്നും അദ്ദേഹം കൈപിടിച്ച് നടത്തുന്നു. അത് എനിക്ക് ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കാനായിട്ട് 33 വർഷങ്ങൾ കഴിഞ്ഞു. 33 വർഷത്തെ അനുഭവങ്ങൾ കഴിഞ്ഞു. അത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കുമാണ്, ഇത് എൻ്റെ കാർമ്മികമായിരുന്നു. അത് വരരുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2019 മഹാനവമി ദിവസം, വിജയദശമി ദിവസം, ഇതുപോലുള്ള അന്നൊരു ചടങ്ങ് പങ്കെടുക്കുമ്പോൾ, ഞങ്ങളുടേതായിട്ടുള്ള സമുദായ ആചാരപ്രകാരമുള്ള നവരാത്രി നമസ്കാരം എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. പങ്കെടുക്കുമ്പോൾ അവിടെയുള്ള പലരും ഇങ്ങനത്തെ, ആ സമയത്ത് ഞാൻ ബൈപ്പാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ 2-3 പേര് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വന്ന് ഈ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. ഈ അനുഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് അറിവാകണം. അപ്പോൾ എനിക്ക് ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത്, ഞാനുമായിട്ട് ആചാരപരമായിട്ടെല്ലാം ജീവിത രീതികളിലും എല്ലാം സാമ്യതയുള്ള ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അഹം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇത് ഇപ്പം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ ശ്രീബായി ഇന്നലെ എനിക്കിട്ട ഒരിതാണ്. ഞാൻ മുസിരിസ് ആ ഭാഗത്ത് പോയി എന്ന് പറഞ്ഞപ്പോൾ വേറൊരു കാര്യത്തിനാണ് പോയത്. അദ്ദേഹം ഞങ്ങളുടെ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ചരിത്രം എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ ഗൗഡസാരസ്വത ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മം നമ്മൾ ഇതിരിക്കുക. ഞാൻ ബ്രാഹ്മണൻ, ഞാൻ ജാതി പറയുകയല്ല കേട്ടോ. അത് ഇതിൻ്റെ താഴെ വന്ന് ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും. ഇതിനു മുമ്പും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വാക്ക് മാത്രം കേൾക്കും, പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ സപ്ലി എന്താണോ അത് നീ ഇന്ന ആൾക്കാരുടെ, രംഗനാഥപ്പൈ കമലാബായിയുടെ മകനായിട്ട് കൂവളത്ത് കുടുംബത്തിൽ ജനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ജന്മം തന്നു. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു, ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് വന്നിട്ട് ആ ഓരോ സപ്ലി, ഡിഫ്തീരിയയായും പോളിയോ ആയും ടൈഫോയിഡായും ഒക്കെ വന്ന് പിന്നെ ഒരു പ്രതിസന്ധി, ഒരു ദശാസന്ധി കാലഘട്ടത്തിൽ
ജീവിക്കണോ മരിക്കണോ എന്നുള്ള ആ തോന്നൽ നമുക്ക് അങ്ങനെയാണല്ലോ. ആ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നതനുസരിച്ച് ജീവിതം പോയില്ലേ മരിക്കുക എന്നാണ് എല്ലാവരും തീരുമാനിക്കുന്നത്. ആ സമയത്ത് അമ്മൂമ്മ പറഞ്ഞ് അച്ഛൻ തിരുമേനിനെ ജാതകം കാണിക്കുകയും അവന് ദശാസന്ധിയാണ്, അവന് ഞാൻ ചൊവ്വന എന്താണ് ബ്രഹ്മി സാരസ്വതകൃതം ജപിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ശേഷം എൻ്റെ ചിന്താരീതി മാറുകയായിരുന്നു. ഇത് ശ്രീബായി എഴുതിയ ലേഖനത്തിൽ ആയുർവേദം മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇത് പറയാനുള്ള ഒരു സൂചനയാണ് ആ ലേഖനം എന്ന്. കാര്യം അദ്ദേഹത്തിൽ നിന്ന് അത് മെയിൻ ഒരു സോഴ്സ് അദ്ദേഹമാണ്. പിന്നെ വേറൊരു വ്യക്തി അദ്ദേഹത്തെ ഇന്ന് ഞാൻ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് തുടങ്ങണ എസ്സിലാണ്. അതാണ് ഞാൻ ഇന്ന് പോകുന്ന സ്ഥലത്ത് അദ്ദേഹം എത്തും. ആലുവ ഭാഗത്താണ് പോണത്. അദ്ദേഹം ആ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കാണണം, എന്താണ് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഉദ്യോഗത്തിലിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെ നമുക്ക് പ്രതിവിധികളും ഇതിൻ്റെ ഒപ്പം തന്നെ തരുന്നുണ്ട്, നാണയത്തിൻ്റെ വേറൊരു വശമായിട്ട്. പക്ഷേ നമ്മുടെ കാർമ്മികം നമുക്ക് മനസ്സിലാക്കി തരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങി. വിരിവൈര് ഇതെന്ന് പറഞ്ഞ പോലെ അബാക് മീഡിയ ESP പാരാനോർമലി ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ സ്പിരിച്വലി അത് കഴിഞ്ഞ് അബാക് മീഡിയ ഫോളോ ചെയ്ത് രോഹി സാറുമായിട്ട് ഇതുണ്ടായിരുന്നപ്പോഴാണ് അദ്ദേഹം അതിലെ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് ചെയ്ത് അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ബാങ്കിലെ ഇതിനെക്കുറിച്ച് പബ്ലിക് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് സാമ്പത്തിക കാര്യങ്ങൾക്ക് ഇടപെടുന്നതാണ് ബാങ്കുകൾ, അതിലെ കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്, അതിന് വേണമെങ്കിൽ ഞാൻ പേയ്മെൻറ്റ് നടത്താമെന്ന് പറഞ്ഞ് അതിൽ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ എന്നെ എത്തിച്ചത് വേറെ ചില കാരണങ്ങളാണെന്ന് മനസ്സിലാവുന്നു. പിന്നെ ശനീശ്വരനെക്കുറിച്ച് പറഞ്ഞു, ലക്ഷദ്വീപിനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ അറിവുകൾ എനിക്കറിയാവുന്ന എൻ്റെ അറിവുകളെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ അനുഭവങ്ങൾ ഞാൻ അവിടെ ഷെയർ ചെയ്തു തുടങ്ങി. അത് വെച്ചാണ് ഇന്നും ഈ വീഡിയോ ഞാൻ ഇടുന്നത്. നമ്മൾ എന്തൊക്കെ നമ്മൾ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടോ അതിൻ്റെ പരിഹാരങ്ങൾ ഒരു വാതിൽ മറയ്ക്കപ്പുറത്ത് നമ്മളെ തേടി നിൽപ്പുണ്ട്. നമ്മുടെ കാർമ്മികം നമ്മളെ കണ്ടെത്താൻ സമ്മതിക്കുന്നില്ല, അതാണ് സത്യം. ഇപ്പോൾ ഒരു ചേച്ചി തൃശ്ശൂരിൽ നിന്ന് കോൺടാക്ട് ചെയ്യും. ആ ചേച്ചി കോൺടാക്ട് ചെയ്ത് ആദ്യം അവരുടെ കുടുംബ വീട്ടിൽ കോൺടാക്ട് ചെയ്ത് വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി താമസിക്കുന്ന സ്ഥലത്ത് തൃശ്ശൂരിലെ വീടിൻ്റെ വീഡിയോ കോൾ എനിക്ക് തരണം. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ പറയുന്ന കാര്യം വേണം ചെയ്യാനായിട്ട്. കാര്യം അവിടുത്തെ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടാണ് വീഡിയോ കോൾ ചെയ്യാൻ പറയുന്നത്, സൂചന കിട്ടിയിട്ട്. പക്ഷേ ചേച്ചിയോട് ഇന്നലെ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ എനിക്ക് ആ സമയത്ത് അതേ ചെയ്യാവുള്ളൂ എന്ന് ഇത് കിട്ടും, സൂചന കിട്ടും. ചേച്ചിയോട് പറഞ്ഞ ചേച്ചി പൂജാമുറി കാണിക്കും, വിളക്ക് കൊളുത്തുന്ന സ്ഥലം കാണിക്കും, കണ്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ നിന്ന് വലത്തോട്ട് തിരിയൂ ചേച്ചി എന്ന് പറഞ്ഞു. മെയിൻ ഡോറിലേക്ക് തിരിയുമെന്ന് പറഞ്ഞു, പുറത്തേക്ക് പോകുന്ന ഡോറിലേക്ക് തിരിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇടത്തോട്ട് തിരിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി അതല്ല, ചേച്ചി ആ പൂജാമുറിയുടെ അവിടെ നിൽക്കുന്നിടത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പുറത്തേക്ക് പോകുന്ന ഡോറിലേക്ക് തിരിയുമെന്ന് പറഞ്ഞു. ചേച്ചി അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു ഡോറ് എടുത്ത്, അത് ലക്ഷണപ്പിശകായിരുന്ന ഡോറാണ്. ഞാൻ ചോദിച്ചു, ചേച്ചി എങ്ങോട്ടാണ്, പുറകിലത്തെ ഡോറിലേക്കാണോ പോണത്? അതേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. കാര്യം എന്താ വെച്ചാൽ ഇനി അങ്ങോട്ട് പോകണ്ടെന്നാണ് കാണുന്നത്. കാര്യം ആ സമയത്ത് ഇന്നലെ അത് കാണാൻ നിയോഗം ഉണ്ടായിരുന്നെങ്കിൽ ആ ചേച്ചി റൈറ്റിലോട്ട് തന്നെ തിരിഞ്ഞ്, കാര്യം ഇടതുവശത്തോട്ട് തിരിയുന്ന കാര്യം നമുക്ക് വലതുവശത്തോട്ടും തിരിഞ്ഞിട്ട് എത്താം അല്ലേ. പക്ഷേ ചേച്ചിക്ക് ആ സമയത്ത് അത് മനസ്സിലായില്ല, ക്ലിക്കായില്ല. പിന്നെ ആ സമയം 6 മണിയോടടുത്തു, കാര്യം ഇരുട്ടുന്നതിന് മുമ്പ് വേണം. അപ്പോൾ അത് കാണണം, പുറത്തും കാണണം, അതാണ് അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് വീഡിയോ കോളിൽ സംസാരിക്കുന്നവരുടെ ആ സമയത്ത് ഞാൻ എന്താണോ പറയുന്നത് അത് തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കൂ ദയവ് ചെയ്ത്. രണ്ടാമത്തെ കാര്യം, ഒരു പാർട്ടി കോണ്ടാക്ട് ചെയ്ത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അപ്പോഴും വീഡിയോ കോൾ ഇത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു, ഈ സമയത്ത് ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഫ്രീയാണ്, എന്നാൽ വീഡിയോ കോളിൽ വരുമെന്ന് പറഞ്ഞു. വിദേശത്തുള്ള ആളാണ്. അയ്യോ എനിക്ക് വീഡിയോ കോളിൽ വരാൻ പറ്റുകയില്ല, എൻ്റെ കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് വീഡിയോ കോളിൽ വന്ന് കാര്യങ്ങൾ അവർക്ക് ഗൈഡൻസ് കൊടുത്തു. ആ ഗൈഡൻസ് കൊടുത്തിട്ട് ആ റിസൾട്ട് വരേണ്ട ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇന്ന് അത് നടക്കുകയില്ല, അത് പിന്നെ പെൻഡിങ് വരും എന്ന് പറഞ്ഞു, പിന്നെയും താമസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ വീഡിയോ കോൾ ചെയ്യണം എന്ന് പറയുന്ന എനിക്ക് സൂചന കിട്ടുന്നതുകൊണ്ടാണ്. ആ സമയത്ത് അത് പറയേണ്ടിയിരുന്നതാണ്. പക്ഷേ താങ്കൾക്ക് അസൗകര്യം വന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ നീണ്ടു. ആ റിസൾട്ട് കിട്ടാനും കുറച്ച് ദിവസങ്ങൾ നീളുന്നു. ഉടനെ തന്നെ ആ വ്യക്തി എന്താണെന്ന് വെച്ചാൽ സോറി, പശ്ചാത്താപം ചെയ്തു. ക്ഷമിക്കണം, എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് അങ്ങനെ പറ്റിയത്, മേലിൽ അങ്ങനെ സംഭവിക്കില്ല എന്നത് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. പലരുടെയും പല കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് നിസ്സാരമെന്ന് തോന്നുമെങ്കിലും പലരുടെയും ജീവിതത്തിലെ ജീവൻ മരണ പോരാട്ടമാണ്. ട്രപ്പീസിയം കളിയാണ്. ഉടനെ തന്നെ മെഡിറ്റേഷൻ ചെയ്ത് സങ്കല്പം കൊടുത്തൊരു 3-4 മണിക്കൂറിനുള്ളിൽ അവർ പറഞ്ഞു, സാറേ മിറാക്കിൾ നടന്നു.
ഈ പറഞ്ഞ കാര്യം നാളെ തന്നെ, അതോ എത്രയും കുറഞ്ഞ സമയത്ത് വിത്തിൻ 24 hours അല്ലെങ്കിൽ 36 hours അല്ലെങ്കിൽ 48 hours അത് നടക്കും എന്നുള്ള സൂചന കിട്ടി. ഇതാണ് ദൈവം എന്ന് പറയുന്ന ശക്തി. ദൈവത്തിന് തഥാസ്തു എന്ന് പറയാൻ ഒരു സെക്കൻഡ് മതി. പക്ഷേ നമ്മളിലുള്ള കാർമിക്സ് അത് നമുക്ക് കേൾക്കാനോ അനുഭവിക്കാനോ ഉള്ള തടസ്സങ്ങൾ വരുത്തുന്നു. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. പിന്നെ പലരും വീട്ടിലേക്ക് ഇന്ന് ഞാൻ പോണതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇതായതുകൊണ്ടാണ് ഞാൻ പോണത്. ഇപ്പോൾ പലയിടത്തും പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയി എന്ന് പറഞ്ഞില്ലേ, ഞാൻ അവിടെ പോയി വന്നു കഴിഞ്ഞാൽ അവരവരുടെ മാക്സിമം തരും. ഇപ്പോൾ കാർ ചാർജ് കഴിഞ്ഞ ദിവസം തന്നെ പോയി വന്ന അവർ കാർ ചാർജ് 2500 തന്നു. അതുകൂടാണ്ട് എനിക്ക് ദക്ഷിണ 1300 തന്നു. ഇപ്പോൾ ഈ ദിവസം ഞാനിരിക്കുന്നത് അവിടെ പോയി വന്നതിൻ്റെ എഫക്റ്റിൽ അതിലും കൂടുതൽ കാശ് ചിലവാക്കിയിട്ടാണ്. മനസ്സിലായി? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്ന കാര്യം, പണം ഒരു ഘടകമാണ്. പക്ഷേ അത് ആൾക്കാരെ പിഴിഞ്ഞു വാങ്ങിക്കാനും പാടില്ല. അതാണ് ഇനി വീഡിയോ കോളിൽ മാത്രം ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് ആരും വിചാരിക്കരുത് ഇതെന്താണ് ഇങ്ങനെ ഇത് പറയണമെന്ന് വിചാരിക്കരുത്. കാര്യം ബാക്കിയുള്ളവരുടെ കാശ് അവർക്കും വിലയുള്ളതാണ്. എനിക്ക് കിട്ടുന്ന വരുമാനം എൻ്റെ ഇതനുസരിച്ച് എനിക്ക് ചിലവാക്കേണ്ടതാണ്. എൻ്റെ ഡോക്ടറെ കണ്ട് അതിൻ്റെ ടെസ്റ്റുമായിട്ട് ആ കിട്ടിയതിനേക്കാളും കൂടുതൽ കാശ് എൻ്റെ കയ്യിൽ നിന്ന് പോകാം. ചിലയിടത്ത് പോകുമ്പോൾ ചില കാർമിക്സ് പിടിക്കേണ്ടി വരും. അവിടെ ഇത് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിൽ പോയിരുന്നു. കൊച്ചിയിൽ പോയപ്പോഴത്തേക്കും കസിൻ സിസ്റ്റേഴ്സ് ഉണ്ട് എൻ്റെ. അപ്പോൾ ഉച്ചയ്ക്ക് ഫ്രീ ആകുന്ന കട ഉണ്ടായിട്ട് ഫ്രീ ആകുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ അമ്പലത്തിൽ പോയിട്ട് ആ വ്യക്തിയുടെ വീട്ടിൽ പോകും അവർ ഫ്രീ ആണെങ്കിൽ. അവിടെ ചെന്ന് അതോടൊപ്പം തന്നെ അടുത്തടുത്തേക്ക് പോകാനായിട്ട് അവർക്ക് ഓട്ടോറിക്ഷയുണ്ട്. ആ ഓട്ടോറിക്ഷ വിളിച്ചു ഇന്നടുത്ത് ഞാനുണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവരെ ബ്ലെസ് ചെയ്ത് കാപ്പിയും കുടിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. അപ്പോൾ ഇവർ ചോദിച്ചു എൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു സഹോദരിയുടെ വീട്ടിൽ ഞാൻ പോകും, പക്ഷേ ഇനി എനിക്കൊരിടത്ത് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകാനുണ്ട്. എൻ്റെ ഫാമിലി ഫ്രണ്ട് അവരെയൊക്കെ അറിയും, ഗ്രൂപ്പിൽ വീഡിയോ കണ്ടവരൊക്കെ ഈ കാണുന്ന ആൾക്കാരാണ്. പറഞ്ഞു ഊണ് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഊണ് വരാനായിട്ട് അതൊരു ചടങ്ങായിരുന്നു. ആ ചടങ്ങിന് എത്ര 2 മണിക്ക് വരേണ്ട ഊണ് വന്നു കഴിഞ്ഞപ്പോൾ 3 മണിയായി. അത് ഊണ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഉടനെ പോകില്ല, കുറച്ച് റെസ്റ്റ് എടുത്തപ്പോൾ 4 മണിക്ക് വരാം എന്ന് പറഞ്ഞ ആൾക്കാർ പെൻഡിങ് ആകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സോൾ എനർജി ആയിരുന്നു. ആ സോൾ എനർജി ഒരു കണക്കിന് ഒരു തേങ്ങയിലാവാഹിച്ചു വെച്ചു. മനസ്സിലായി? ഒരു കണക്കിന് തേങ്ങയിലാവും. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്ന അവരെ ഞാൻ കാണിച്ചു, ഇതാണ് ഇവിടുത്തെ സംഭവം, തേങ്ങയിലാവാഹിച്ചു വെച്ചു. പക്ഷേ അവരെ ബ്ലെസ് ചെയ്യാൻ സാധിക്കില്ല. ആ തേങ്ങ വേണ്ട വിധത്തിൽ ചെയ്യാൻ സാധിക്കില്ല. കാര്യം അവിടെ തന്നെ ആ സോൾ എനർജി എഫക്റ്റ് ചെയ്യുന്ന വേറെ അതേ ഫാമിലിയിൽ ഒരേ വീട്ടിൽ പല താമസങ്ങളുണ്ടല്ലോ, ആ ആൾ റിയാക്ട് ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ തന്നെ വെച്ചു. അവരെ ബ്ലെസ് ചെയ്യാൻ പോയില്ല. ഞാൻ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ തേങ്ങ എന്ത് ചെയ്യണം, ഞാൻ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നെ ആ വീട്ടിൽ പോയി അത് കുളിച്ച് അതിൻ്റെതായ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാണ് അതൊന്ന് ന്യൂട്രലൈസ് ആക്കി ആ വീട്ടുകാരെയും ബ്ലെസ് ചെയ്തു. പക്ഷേ ഈ സമയത്ത് എനിക്ക് തിരിച്ചു വരാനുള്ള സമയമായി. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല. ഇങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. പലരും വിചാരിക്കും വീട്ടിലൊന്ന് വന്നിട്ട് പോയാൽ എന്താണെന്ന് വിചാരിക്കും. പക്ഷേ വീട്ടിൽ വന്നിട്ട് പോയാൽ ഒരു കാന്തം നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ചെറിയ ഇരുമ്പ് തരികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പറ്റിപ്പിടിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ച് സ്പിരിച്വൽ ഇതാണെങ്കിൽ നമ്മളിലേക്ക് പല കാര്യങ്ങൾ വരും. അപ്പോൾ ഇത് പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ ചിലർ ഇന്നലെ പറഞ്ഞു, ഇന്നലെ ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് ചിലർ പറഞ്ഞു, സാറേ ഞാൻ നിങ്ങൾ ഇന്ന് വല്ലാത്ത 2-3 പേര് പറഞ്ഞ് വല്ലാത്ത സ്വപ്നം കണ്ട്, അതിൽ ഒന്ന് സാറിനെ കുറിച്ചാണ് കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൊരു കാര്യം പറയാം, കുറേ അധികം ആൾക്കാർ ആ എനർജി വെച്ച് ഞാനുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് ആൾക്കാരുണ്ട്. നിങ്ങൾ എന്നെക്കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പോസിറ്റീവ് അല്ലാത്തതായിരിക്കും കണ്ടിരിക്കണം. ഈ ശരീരം എൻ്റെ സ്വന്തമല്ല, ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിടേണ്ടതാണ്. പക്ഷേ നിങ്ങളുടെ കാര്യം ചെയ്യാൻ എനിക്ക് നിയോഗമുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം തീരുന്നവരെയും എൻ്റെ ഗൈഡൻസ് കിട്ടണമെന്ന് ദൈവം എന്ന് പറയുന്ന ശക്തി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ ഞാൻ കാണും. ഇപ്പം ഈ ശരീരത്തിൽ ഞാനുള്ളത് 50 വയസ്സത്തിന് ശേഷം ഞാനുള്ളത് പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുള്ള തത്വം വെച്ചാണ്. എൻ്റെ ഗുരു എപ്പോഴും പറയാറുണ്ട്, പരോപകാരാർത്ഥം ഇതം ശരീരം. എന്താണ് ശരീരമാദ്യം ഖലുധർമ്മ സാധകം, മാനവസേവ മാധവസേവ എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. ആ ഒരു തത്വത്തിലാണ് ഞാനിത് ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ സൂചനകൾ ദൈവം തന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക, അത്രേ പറയാനുള്ളൂ. പലരും ഒരാൾ വിളിച്ചത് ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് മെസ്സേജ് അയച്ചത്, എനിക്ക് സാറിൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിക്കണം. അപ്പോൾ എന്താണ് അദ്ദേഹം കണ്ടതെന്നും എല്ലാം എനിക്ക് അറിയാം, അന്ന് അറിഞ്ഞു, മനസ്സിലായി. ഈ സംഭവം തന്നെ നമ്മളിലൂടെയും പോകുന്നുണ്ട്. എൻ്റെ അനുഭവത്തിലൂടെ പോകുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ദൈവം ചെയ്ത് മനസ്സിലാക്കുക. പക്ഷേ അത് സൂചനകളാണ്, അത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യം. ഒരാൾക്ക് ഇത് ചെയ്യണം നിയോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവം ചെയ്യാൻ സമ്മതിക്കും. എൻ്റെ അനുഭവങ്ങൾ അതാണ്. ഇന്ന് ശനിയാഴ്ച ദിവസമായിട്ട് ഇത് പറയുകയാണ്. അപ്പോൾ ഒരു 3-4 പേരുടെ അടുത്ത് ഞാൻ നേരത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീടുകളിൽ ഞാൻ വന്നിരിക്കുന്നു. നേരത്തെ വാക്ക് പറഞ്ഞവരുടെ വീടുകളിൽ ഞാൻ വരും. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടുപോയോ സാർ ഇനി വരികയില്ല, അല്ലെ ചേട്ടൻ വരികയില്ല എന്നുള്ള പലരും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്.
ദയവ് ചെയ്ത് അതില്ല, വാക്ക് പറഞ്ഞെടുത്ത് പോകും, പക്ഷേ ഇനി പുതിയതായിട്ട് എങ്ങും ഞാൻ പിടിക്കുകയില്ല. അതാണ് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. കാർമിക്സ് നേരിട്ട് കാണുമ്പോൾ കാർമിക്സ് ഫിസിക്കലി ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. വീഡിയോയാണെങ്കിലും ഏറ്റെടുക്കേണ്ടി വരും, പക്ഷേ എങ്കിലും നേരിട്ട് കാണുമ്പോൾ 100%, വീഡിയോയിൽ 50% ആണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. മാക്സിമം 50% വീഡിയോയിൽ വരുള്ളൂ, മറ്റത് 100%. അത് വീഡിയോയിൽ മിക്കവരോടും ഞാൻ ദക്ഷിണയുടെ കാര്യം പറയല, തരാത്തത് എനിക്ക് സന്തോഷം. കാര്യം എന്താ വെച്ചാൽ ദക്ഷിണ തന്നാൽ ആ കാർമിക് 100% ഞാൻ പിടിക്കുകയാണ്. അതാണ് കാര്യം. അവിടെ നിന്നുള്ള എനർജി എന്നിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ സങ്കല്പം കൊടുക്കുകയാണ്, അപ്പോൾ അവരിലേക്കുള്ള ബ്ലോക്കേജ് അവിടെ നിന്ന് മാറും. അവരിൽ നിന്ന് മാറി നിൽക്കും. ആ സങ്കല്പം അവർ വിശ്വസിക്കുന്നവരെയും ഇത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവർ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് പിന്നെയും അവരിലേക്ക് തിരിച്ചെത്തും. അതേസമയം ദക്ഷിണ ഇപ്പോൾ ഹീലിങ്ങിനെന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ എനർജി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അവിടെ പിന്നെ ആ എനർജി വരികയില്ല, ആ ഹീലിങ്ങിലൂടെ അത് പോകും, മനസ്സിലായി. പക്ഷേ വാങ്ങിക്കാത്തടത്ത് ഇങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചി ദക്ഷിണയൊക്കെ തരും കേട്ടോ, കാണുകയൊക്കെ ചെയ്യും. പക്ഷേ എത്രയൊക്കെ പല താന്ത്രികമായിട്ട് പല പ്രശ്നങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ചെറിയ ഒരു ഇല അനങ്ങിയ ഇത് കേട്ടാൽ ഉടനെ തന്നെ ചേച്ചി വിളിച്ചിട്ട് പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ പറയും. ഇത്രയായിട്ട് കാർമിക അങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി ഇറങ്ങാറായി. അപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ശനീശ്വര വ്രതത്തിൻ്റെ ആ പുണ്യം, എൻ്റെ ഉപാസനയുടെ പുണ്യം നിങ്ങൾക്കെല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും, എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ, നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വമനോകാമനാഭീഷ്ടം നടക്കാൻ, കുട്ടികൾക്ക് നല്ല ജീവിതം നടക്കാൻ, കുട്ടികൾക്ക് ശാരീരികം മാനസികം വിദ്യാഭ്യാസപരം സാമ്പത്തികമായിട്ട് നല്ല ജീവിതം ഉണ്ടാകാൻ, വിവാഹ ജീവിതം നല്ല രീതിയിൽ പോകാൻ, കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ പോകാൻ, ആരോഗ്യം നല്ല രീതിയിൽ പോകുവാനായിട്ട് എല്ലാവരുടെയും മനസ്സിൽ പോസിറ്റീവ് മാത്രം ചിന്തകൾ വരാനും, ദൈവികമായ ഇടപെടലുകൾ അത് ശബ്ദമായോ മണമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപങ്ങളായോ മുന്നിൽ വരുമ്പോൾ അത് നമ്മളെ അനുഗ്രഹിക്കാൻ വരുന്ന ആ ദൈവികമായ ദൈവികമായ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അനുഗ്രഹം വാങ്ങാൻ എല്ലാവർക്കും തോന്നണമെന്നും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പ.